Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ആനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും സ്പെഷ്യൽസ് പറയാൻ കാണും. പക്ഷേ ഇന്ന് വലിയ സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം എൻ്റെ പ്രേക്ഷകർ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന എന്താ പറയുക ഭക്ഷണത്തോട് എന്നതേലും ഒക്കെ നല്ല കാര്യം പറയാറുണ്ട്. അറ്റ് ദ സെയിം ടൈംസ് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുമുണ്ട്. അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഇടയിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഒരു ചിക്കൻ കറിയാണ്. ഇപ്പം മിക്ക പേരും ആലോചിക്കും ഇത് എന്നാത്തിന് ഏത് നേരം ഈ ചിക്കൻ കറി വെക്കുന്നതിന്, ഇതൊക്കെ ഞങ്ങളും വീട്ടിൽ വെക്കുന്ന അതേ സാധനമാണെന്ന് പറയും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇന്നും ചിക്കൻ കറിയുടെ അതേ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടിയ സാധനങ്ങൾ. ഇതൊരു ഫുൾ ചിക്കൻ, അതായത് 1 കിലോ ചിക്കനെ ഒരു 10-30 കഷ്ണമോ അല്ലെങ്കിൽ ഒരു 25 കഷ്ണമോ ഒക്കെ ആയിട്ട് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചേക്കുവാണേ. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിന് പുരട്ടാനല്ലാതെ നമുക്ക് കറിക്കും വേണം. ഇൻഗ്രീഡിയൻസ് എല്ലാം പറയുമ്പോൾ നമ്മൾ ഓർത്തോണം നമ്മുടെ വീടുകളിലുള്ള അതേ സാധനം തന്നെയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി. ഇപ്രാവശ്യം ഞാൻ എല്ലാം കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അതല്ല, എരിവ് വേണ്ടിയവർക്ക് 50-50 ബേസസ് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് തേങ്ങായ. ഇത് ഇച്ചിരി തിരുമിയ നല്ല പച്ച തേങ്ങയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പച്ച തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും രുചി. അതല്ല, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഉണക്കത്തേങ്ങ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ നോക്കും. അതുകൊണ്ട് അതായാലും മതി. പക്ഷേ പച്ചത്തേങ്ങ എടുക്കുകയാണെങ്കിൽ രുചി കൂടും. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, സാധാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന നല്ല ജീരകം. മസാല എന്ന് പറയുന്നത് കുറച്ച് പട്ട വേണം. പട്ട അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്നല്ലോ, കട്ടി കൂടിയ പട്ടയാണെങ്കിൽ കുറച്ച് എടുക്കാവുള്ളൂ. പിന്നെ ഉള്ളത് ഗ്രാമ്പു, അത് ഒരു 3-4 കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ആകുമ്പോൾ കുറച്ചൊരു എന്നാ പറയുക, ഒരു 2 ടീസ്പൂൺ നല്ല നിറച്ചെടുക്കണേ. പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചി ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന, മറ്റത് കുറച്ച് ചതച്ചല്ല, പേസ്റ്റ് മേടിക്കത്തില്ലേ, അത് തന്നെയാണ്. ഇതെനിക്ക് പക്ഷേ കറിക്കിലിടാനുള്ളതായത്, മറ്റേ കറിക്കല്ലേന്ന് ചോദിക്കരുത്, ഞാൻ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി. 1 കിലോയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. അതല്ലെങ്കിൽ 2 ടീസ്പൂൺ ആക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടിയത് ഒരു 2 മീഡിയം സൈസ് സവാളയാണ് വേണം. പിന്നെ കുറച്ച് പച്ചമുളക്, ഇതൊക്കെ എരിവ് അനുസരിച്ചാണ്. ഇത് ഒരു 2 തക്കാളി, ഇതും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയത് ഒരു നാരങ്ങയുടെ നീര്. ഇതിപ്പോൾ ഒരു നാരങ്ങയുടെ നീരല്ല, ഇച്ചിരി കൂടി ഉണ്ട്. ഇതിനകത്ത് ഇടാനുള്ളത് മല്ലിയിലയാ. കറിവേപ്പില ഇടണമെന്നുണ്ടെങ്കിൽ ഇടാൻ, അതിന് ദോഷമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ, നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഫസ്റ്റ്. ഇതിനകത്തോട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇതിപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ വ്യത്യാസം? നേരത്തെ അരിഞ്ഞു വെച്ചേക്കുക. ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ, അത് തിരുമ്മി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ തിരുമാൻ ഇച്ചിരി എളുപ്പമല്ലേ. 1.5 ടീസ്പൂണും 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കറിക്ക്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇത് എടുക്കുന്നത് 50-50 ആണ്. ഒന്ന് പുരട്ടാനും ഒന്ന് കറി വെക്കാനും. അത് നോക്കിയേച്ച് വേണം എൻ്റെ അളവ് നോക്കാനേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ മേടിച്ചത് അതായതുകൊണ്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ട്, നോക്കിയേച്ച് വേണം. പക്ഷെ അങ്ങനെ അങ്ങ് ഉപ്പ് കാണത്തില്ല, എന്നാലും ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പിടുക. ഇനിയിപ്പോൾ ഇതിനും നല്ലതായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ കറി ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനിയിപ്പോൾ മോതിരം ഊരി വെക്കാം. ചില പ്രേക്ഷകർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ മോതിരമൊക്കെ ഇട്ടേച്ചാണോ ഈ പറഞ്ഞ പോലെ കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ അതിന് ദോഷമുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ പ്രേക്ഷകർ നല്ലത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കണമല്ലോ. വെള്ളമയം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ചേച്ച് പുരട്ടി വെച്ചോളൂ. ഓക്കെ, ഇത് തിരുമിയിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ തേങ്ങ അരയ്ക്കാനുള്ള കൂട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത്. 1 കപ്പ് തേങ്ങ, അല്ലെങ്കിൽ ഇത്രയും ചിക്കന് നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ ബേസിക്കലി ചിക്കൻ കറി കുറച്ചൊന്ന് കുറുകും. അപ്പം എത്ര കുറുകൽ വേണം എന്നുള്ളത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച്, അതായത് 1 ടേബിൾ സ്പൂൺ കണക്കായാലും കുഴപ്പമില്ല. അതല്ല, കുറച്ചൊരു നല്ല ഒരു പിടി. ഇനിയിപ്പോൾ അതല്ല, 1 കപ്പ്
ഉപ്പ് കണക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഒരു അളവുണ്ടല്ലോ, ഒരളവ് പറയുവാണെങ്കിൽ നല്ലൊരു വലിയ ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ ഇട്ടോ, അത്രയും മതി. അതാ എൻ്റെ കണക്ക്. ഇനിയിപ്പോൾ ഏറ്റക്കുറച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ, ഇതിപ്പോൾ ടീസ്പൂൺ അല്ല, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകേ. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കഷ്ണം പട്ട ഒരുപാട് കൂടുതൽ ഇടരുത്. ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കാൻ പഠിച്ച സമയത്ത് പട്ട കൂടിയിട്ട് എൻ്റെ ഒരു കുത്തൽ മുന്നിൽ നിൽക്കും. പട്ടയതെ, ഇഞ്ചിയതെ. പിന്നെ ഒരു 2-3 ഗ്രാമ്പു. പിന്നെ വേണ്ടിയത് ഒരു 2 ടീസ്പൂണോളം നിറച്ച് കുറച്ച് മല്ലിപ്പൊടി. ഇതിന് കുറച്ച് നമ്മൾ മഷി പോലെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. ഓക്കെ, ഇത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ അതിൻ്റെ ഉപകാരം വരത്തുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പം അറ്റ് പ്രസൻറ്റ് ഞാൻ ചിന്തിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എത്രയും വേഗം നമ്മൾ അടുക്കളപ്പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്നതേലും കാര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. കാര്യം എൻ്റെ പ്രേക്ഷകർക്ക്, അതായത് എൻ്റെ ചേച്ചിമാർക്കും വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ മിക്സി തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുപ്പ് തന്നെ ഞാൻ പറയാം. ഇതിനുള്ളൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് V-Guard. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് V-Guardൻ്റെ ബ്രാൻഡിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. ബേസിക്കലി ഒരു അടുപ്പ് വെച്ചാലുണ്ടല്ലോ, നമുക്ക് സ്പേസ് വേണം. ഇൻ ബിറ്റ്വീൻ ഈ ഗ്യാസിൻ്റെ അടുപ്പ് തമ്മിലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവി വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കാനോ ഒക്കെ ഒരു വീട്ടമ്മമാർക്കൊരു അടുക്കളയിൽ കയറിയാൽ അറിയാം ആ വീട്ടമ്മയുടെ വൃത്തി എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഉപകാരമാണ് ഈ ഒരു ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് അടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് തൂത്ത് തുടയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, പാദാമ്പറമൊക്കെ വൃത്തിയാക്കാനും ഒക്കെ. അറ്റ് ദ സെയിം ടൈം അവരുടെ ഇപ്പം എനിക്ക് ലോഞ്ച് ചെയ്തതാണ് അവരുടെ ഫുഡ് പ്രോസസ്സേഴ്സും ഒക്കെ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യാം. ഒന്ന് ട്രൈ നോക്കൂ. മിക്സിയെക്കാട്ടിലും ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നവർ എപ്പോഴും നമ്മൾ അടുപ്പിൽ നിൽക്കുന്ന അമ്മമാരാണ്. വീട്ടിലേക്ക് എല്ലാം പാചകം ചെയ്യുന്നതും അടുപ്പിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഈസ് ഗുഡ്. അത് മാത്രമല്ല എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വൃത്തിയാക്കാൻ ഒത്തിരി എളുപ്പമുണ്ട്. മാത്രമല്ല ഫ്ലെയിമിൻ്റെ രീതി സാധാരണത്തിലേക്കാളും കുറച്ചുകൂടെ ഹൈ ആണ്. അപ്പോൾ എന്താണെന്ന് പറയുക, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. ചോപ്പറിൻ്റെ ഗുണം നമ്മളിനി പിച്ചാത്തി അരിയാനൊന്നും നിൽക്കണ്ട, ഇടുക, അരയ്ക്കാം, എടുക്കുക. ഇതെല്ലാം ഏറ്റവും എളുപ്പം, കൺവീനിയൻ്റ് ആണ്. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇതും നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, റിഫൈൻഡ് ഓയിലാണെങ്കിൽ അങ്ങനെ, വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഒരു ചിക്കൻ കറി, തേങ്ങ, ഇതെല്ലാം നമ്മുടെ നാട്ടു സാധനമാണ്. അന്നേരം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ലത്. ഓക്കെ, ഇതിനകത്ത് കടുകിട്ട് പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ചെയ്യാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് വെള്ളം ഇട്ടാലുള്ള അവസ്ഥ അറിയാലോ, ചീറ്റൽ പൊട്ടൽ ഒക്കെ ഉണ്ടാവും. അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ അരിഞ്ഞു വെച്ചിടുന്നതല്ലേ എന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചതാക്കിയത്. അതുകൊണ്ട് ഫസ്റ്റ് 1 ടീസ്പൂൺ, അതായത് നമ്മൾ നേരത്തെ ഇട്ടു അത് പോയിട്ട് ബാക്കിയേ ഇതിനകത്ത് ഇടാവുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പം ഇനി അഥവാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആദ്യം സവാള ഇടുക. സവാള ഇട്ടേച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സവാള ഇടുക. അതൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പ, ഒത്തിരി ഇടുന്നില്ല,
കാര്യം ചിക്കനേൽ പുരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ഇടുന്നില്ല. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ പച്ചമുളകും ചേർക്കുവാണ്. പച്ചമുളകൊക്കെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. എന്റെ കണക്കിന് 1 കിലോ കോഴിയാന്നേല് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് 4 പച്ചമുളകാണ്. 1 കിലോ കോഴിക്ക് തന്നെ മീഡിയം സൈസ് 4 സവാളയാ. ഇതേപോലെ നമ്മൾ വല്ലതും തേങ്ങയോ അങ്ങനെയെങ്കിലും അരച്ച് ചേർക്കുവാന്നുണ്ടെങ്കിൽ 2 സവാളയായിട്ട് മാറ്റണം. നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്തു. അതിന് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്ന എന്നാന്നോ നമ്മുടെ തക്കാളിയാ. ഇപ്പൊ നമ്മുടെ തക്കാളി നല്ലതായിട്ട് വഴന്നു. അതായത് നമ്മൾ കഷ്ണമായിട്ട് അരിഞ്ഞിടുമ്പോൾ അതൊന്ന് കുഴയുകയല്ലേ എന്ന് പറഞ്ഞ പരുവാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കണം. ഇത് കുറച്ച് വറുത്ത് ചേർക്കണ്ടോന്നവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. നമ്മൾ എല്ലാ മസാലയും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചേച്ച് ആ ചിക്കനേലെല്ലാം പെരണ്ടിരിക്കണേ. പെരണ്ടിരുന്നേച്ച് ഈ ചിക്കൻ എന്നാ പറയാ, ഒരു മുക്കാലല്ല 1/2 വേവ് മതി. 1/2 വേവ് ആവുമ്പത്തേക്കും നമുക്ക് മറ്റേ ആ മസാല അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റിനകത്തോട്ട് ചേർക്കണം. ചിക്കനകത്ത് നിന്ന് ഒരു ഇച്ചിരി വെള്ളം ഊറും. അത് പോയിട്ട് നമ്മളത് ചിക്കനകത്ത് നിന്ന് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതല്ലേ ചിക്കനോട് ചെയ്യുന്ന ഒരു മര്യാദ. അതാണ് എന്റെയും ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഊറി കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന്റെ കൂടെ ഇരുന്ന് ചിക്കൻ വേവുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പക്ഷെ ചിക്കനെ ഒന്ന് സഹായിക്കാൻ ഞാൻ ഇപ്പൊ ഒന്ന് ചെയ്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുവാണേ. ഇപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചപ്പോ ചിലർ പറയുന്നുണ്ടാവും, മനസ്സുകൊണ്ടെങ്കിലും പറയുന്നുണ്ടാവും, ഒരു ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞിട്ട് ഒരു കുടം വെള്ളം എടുത്ത് ഒഴിച്ചെന്ന്. അങ്ങനെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഒരു ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ചിക്കനേന്നും കൂടെ വെള്ളം നല്ലോണം ഊറി ഒരു 1/2 വേവ് ആവുമ്പോഴത്തേക്ക് ബാക്കി ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് മാത്രമല്ല, ഈ ചിക്കനകത്ത് വെന്തേജ് ഉണ്ടല്ലോ, നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ, ചിക്കൻ്റെ ഒരു ഫാറ്റ് ഉണ്ട്, അതും എല്ലാം ഒന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നിടം വരെ ഒരു ചെറിയ സമയം നമുക്കിങ്ങനെ വഴറ്റി ചേർക്കാം. അതും ചെയ്യാൻ പറ്റും. ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ, അത് ഇതിനകത്തോട്ട് ചേർക്കണം. ഇപ്പം നമ്മൾ ആ അരപ്പ് ചേർത്തപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അതൊരു നല്ല കട്ടി, നല്ല കുറുകിയ പരുവ. പക്ഷേ ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ ഒരു ഇച്ചിരി കൂടി വേവാനുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചാൽ മാത്രമേ ആ ചിക്കൻ ഒന്നുകൂടെ വേവാനുള്ള ഒരു സ്പേസ് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് തിളയ്ക്കും തോറും കുറുകുമ്പോൾ അതൊരുമാതിരി കട്ട പോലെ ആയിപ്പോകും. അതല്ല നമുക്ക് വേണ്ടത്. കുറച്ച് ഗ്രേവി ആയിരിക്കണം, എന്നാൽ കുറച്ച് കുറുകിയ പരുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കൂടി ഞാനൊന്ന് വെള്ളം ഒഴിച്ചേച്ച് ബാക്കി ഹാഫ് കുക്കും കൂടെ ആക്കണം. അത് മാത്രമല്ല, ഹാഫ് കുക്കെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ എണ്ണ തെളിയുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു രീതി. എന്നാൽ മാത്രമേ ആ കറക്റ്റ് ആ തേങ്ങായും എല്ലാം ഒന്ന് വേവണ്ടേ, അതിൻ്റെ എണ്ണ ഊറുകയും വേണം. അപ്പം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കട്ടെ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് മല്ലിയിലയുടെ ഫ്ലേവറാണ്. അപ്പോൾ ഒരു ഇച്ചിരി മല്ലിയില ഇടുക, ഒരു ഹാഫ് പോർഷൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ
ഒരു നാരങ്ങയുടെ നീരല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പോൾ ഒരു അര നാരങ്ങ ചേർക്കാം. അത് പോയിട്ട് നമ്മൾ വാങ്ങാൻ നേരം ഒരു കുറച്ചുകൂടെ ചേർക്കാം. പക്ഷെ ആ പുളിയും കൂടെ ഒന്ന് ആ ചിക്കനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി മാത്രം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അത് ഇന്നലെയല്ല എപ്പോഴും ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ചിലർക്ക് ഒരുപാട് ഗ്രേവി ഒത്തിരി ഇഷ്ടമാണ്, ചിലർക്ക് ഒത്തിരി ഇഷ്ടമല്ല. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോട്ടയത്ത് വെച്ച് നടത്തിയ പായസമേളയിൽ പായസത്തിൻ്റെ കോൺടെസ്റ്റ് നടത്തിയല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയ സജിതയും മോനും ആണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നറിയോ, എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഒത്തിരി അവരോടടുത്ത് അവരുടെ വിശേഷങ്ങളും അവരിലൊരാളായി ജീവിക്കാനാണ് എനിക്കിഷ്ടം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും എന്നും എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരേ ഒരു സത്യം അവർ തന്നെയാണ് എൻ്റെ ബലം, പിന്നെ തമ്പുരാൻ്റെ കൃപയും. ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ രണ്ടുപേരെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ്. അവർക്ക് എൻ്റെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ്, അതായത് എന്നെ അമ്മ പാചകം പഠിപ്പിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു അഫെക്ഷൻ, അമ്മയുടെ ഒരു സ്നേഹം എല്ലാ കറികളിലും എൻ്റെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ എൻ്റെ അടുക്കളയിലേക്ക് എൻ്റെ പ്രേക്ഷകരെത്തുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ചിക്കൻ കറി ആയാലോ അതിലേറെ സന്തോഷമല്ലേ. അപ്പോൾ വിശേഷങ്ങളുമായിട്ട് നമുക്ക് സജ്ജമായിട്ട് കാണാം. ഒരു ചെറിയ ബ്രേക്ക്. നമസ്തേ. അതെ, ഇപ്രാവശ്യം നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടെന്നറിയോ? അവിടെ എങ്ങനെയാ നമ്മൾ സംസാരിച്ചേ? ഇതിവിടെ പറ്റിയല്ല. ഇന്ന് നമ്മൾ നല്ലോണം സംസാരിക്കും കേട്ടോ. എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. പ്രൈസ് ഒക്കെ കിട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് എന്നാ ഉണ്ട് വിശേഷം? അമ്മ എന്നാ ചെലവൊക്കെ ചെയ്തു തന്നെ? പ്രത്യേകിച്ച് ഒരു ചെലവും ചെയ്തു തന്നില്ലേ? ദൈവമേ, ഇത്രയും ഫസ്റ്റ് പ്രൈസ് മേടിച്ചുകൊണ്ട് പോയിട്ട് കൂട്ടുകാരെന്നാ പറഞ്ഞു? എടാ, നീ പാചകത്തിലൊക്കെ ഇറങ്ങിയോ എന്ന് ചോദിച്ചോ? അങ്ങനെ ചോദിച്ചില്ല. പിന്നെ ഒരു അപ്രിസിയേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശം. ടീച്ചേഴ്സിന്റെ ആണാ? എന്നാ പറഞ്ഞു? ഒന്നും മിണ്ടുന്നില്ല. വിശേഷം പറഞ്ഞേ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമ്മൾ ടൈറ്റിൽ വിന്നർ ആവുക, കോമ്പറ്റീഷനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമൃത ടിവിയുടെ ഒരു പ്രോഗ്രാമിന് വന്നു ടൈറ്റിൽ വിന്നറായി. പ്രത്യേകിച്ച് ആനീസ് കിച്ചൺ അതല്ല, അങ്ങനെ ഇരുത്തിക്കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. തമ്പുരാന്റെ കൃപയല്ലേ, അത്രേ ഉള്ളൂ. മാത്രം എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ നമ്മൾ ഇങ്ങനെ ഒരു ഷോയിൽ വരാൻ പറ്റുക, ടൈറ്റിൽ വിന്നർ ആവുക എന്നൊക്കെ ഒരു സ്വപ്നമാണല്ലേ സത്യം. അപ്പൊ അതിലോട്ട് എത്തിപ്പെടാന്നുള്ളത്, അത് ഞങ്ങൾ കരഞ്ഞതിന്റെ പലരും ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ കരയുന്നത്. സന്തോഷത്തോടെ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഇതിലോട്ട് വരുമ്പോ ഇന്ന് എനിക്കതൊരു സ്വപ്നമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുന്നുണ്ടോ? ഇന്ന് ഞങ്ങൾ കേക്ക് ഉണ്ട്. ഞാനൊരു ഹോം ബേക്കറും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് കേക്ക്, പിന്നെ നമ്മുടെ അച്ചാറ്, ഉണക്കമുന്തിരി അച്ചാറ്, പിന്നെ ഇത് അരിയുണ്ട്. എന്റെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കട്ടെ. ഒരു മിനിറ്റ് മക്കളെ, ഇതെനിക്ക് തന്ന ഗിഫ്റ്റ് ആട്ടോ. എന്റെ പ്രേക്ഷകരെ ഒന്ന് നോക്കിയേ. അങ്ങനെ നല്ലല്ലേ? ഇതെന്നാടാ? കേക്ക് അമ്മ ഉണ്ടാക്കിയതാണാ? ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അതെല്ലാം അടിപൊളിയാണ് കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല ക്രിയേറ്റീവ്. മെൽറ്റണ്ടേ അല്ലേ? ഈ കേക്ക് ഒന്ന് നോക്കൂ എന്റെ പ്രേക്ഷകര്. ഇതിപ്പോ വെളിയിരുന്ന മെൽറ്റ് ആവുമോ? ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ, ഇതെന്നാ സ്പെഷ്യൽ കേക്കാണോ? അത് ടെൻഡർ കോക്കനട്ട് ആണ്. ടെൻഡർ കോക്കനട്ട് കേക്ക്. പിന്നെ എല്ലാം അടിപൊളി കേട്ടോ. എനിക്ക് കിട്ടിയേ ഇതിന്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാം. എനിക്ക് എല്ലാവർക്കും തന്ന ഒരുമിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ സജിത? ശരിക്കും ഈ ഒരു എന്താ പറയാ, ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ, ചേച്ചിക്ക് വേണ്ടി അല്ലെങ്കിൽ ആനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്നേഹം, അത് ശരിക്കും പറഞ്ഞു വെക്കുള്ളൂ. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ സ്നേഹമാണ് പറയണ്ടേ. സജിതയ്ക്ക് എന്തൊക്കെയാണ് ഇത്, അപ്പാർട്ട് ഫ്രം കുക്കിംഗ് അല്ലാതെ എന്തൊക്കെ കഴിവാണുള്ളേ? കുക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നില്ല, അറിയില്ലായിരുന്നു. അന്ന് ഷോയിലും പറഞ്ഞിരുന്നല്ലോ. അന്ന് ഷോയിൽ പറഞ്ഞപ്പോഴാണ് ഞാനത് ശരിക്കും എന്താ അറിയോ സജിത, ഞാൻ കുറേ കേൾക്കുന്നുണ്ട് അറിയോ,
ഞാൻ കുക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോ എല്ലാരും പറയും കുക്കിംഗ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് അങ്ങ് പിടിക്കുകയല്ല, അങ്ങനെ തികഞ്ഞതല്ല എന്നൊക്കെ ആ ചേച്ചിയുടെ വിചാരം. പക്ഷെ സജിതയ്ക്ക് അത് വലിയൊരു എക്സാമ്പിൾ ആയിരുന്നില്ല. ഞാൻ കാണാറുണ്ട്, ഇപ്പൊ കമന്റ്സ് നോക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ പറയുമല്ലോ ആളുകൾ. പക്ഷെ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇപ്പൊ ആണായാലും പെണ്ണായാലും ആരാണെങ്കിലും കുക്കിംഗ് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. എവിടെയെങ്കിലും നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ എല്ലാം ചോദിക്കും ഹോട്ടലിൽ പൈസന്റെ വാങ്ങിക്കാതല്ല, നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് വേറെ തന്നെയാണ്. സത്യം. അതിനകത്ത് ചിലർക്കൊരു നാണക്കെട്ടാണ് കുക്കിംഗ് അറിയാന്ന് പറയുമ്പോൾ. ചിലർക്ക് അങ്ങനെ അതല്ല, ഞാൻ പറയുന്നത് അതൊരു കഴിവാണ്. നമ്മളത് ആ സ്കിൽ നമ്മൾ നേടിയെടുക്കണം ശരിക്കും. അല്ലാണ്ട് നമ്മൾ പഠിക്കാതെ അല്ലെങ്കിൽ വേറെ പറയുന്നത് ഒരു നേട്ടമായിട്ട് അല്ല. ഞാൻ എപ്പോഴും പറയുന്നത് എന്നാ സജിത്, നമ്മൾ ഒരുപാട് എക്സ്പേർട്ട് ഒന്നും ആവണ്ട. നമുക്ക് കുക്കിങ്ങിനോട്, ഫോർ എക്സാമ്പിൾ എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പലത് പഠിക്കാനും ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര ഒന്നും നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ തമ്പുരാൻ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയും ബേസ് അറിഞ്ഞാൽ മതി. ഒരു പട്ടിണി കിടക്കാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ പോയി നമ്മൾ ഇൻസൾട്ടഡ് ആവാതിരിക്കാനോ ഉള്ള ഒരു വിദ്യ പഠിച്ചാൽ പോരെ. അതിൽ കൂടെ നമുക്ക് ഒരാഗ്രഹമില്ലല്ലോ. അത് തന്നെ ഞാൻ അന്ന് പറയുമായിരുന്നു, ഭയങ്കര വലിയൊരു എക്സാമ്പിൾ സജിതയാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുക. കാരണം വെച്ചാൽ നമുക്ക് അറിയില്ലെങ്കിൽ അപ്പം ചോദിക്കും എന്നാ ചെയ്യുന്നവർ. പക്ഷെ എങ്കിലേ എല്ലാവരും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലല്ലോ കുക്കിംഗ്. പഠിക്കുക എന്നുള്ളത് പഠിച്ചെടുത്താൽ എളുപ്പമാണ്. പക്ഷെ പഠിക്കുന്നത് വരെ നമുക്കിത് അതിന്റെ ഒരു കൈവാക്ക് അല്ല, ഉപ്പ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ്. പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോ അന്ന് ഉപ്പ് ചേർക്കുന്നത് അളവറിയില്ല, കുറച്ചധികം ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇവരെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാറോ, ഇത് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല. ഇവര് എന്നെ വന്ന് നോക്കിയപ്പോ ഞാൻ ഓർക്കാം ഇത്. പക്ഷെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി, ഇതെങ്ങനെ ശരിയാക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയല്ലേ ശരിക്കും. വീട്ടിലും ആരും പഠിപ്പിച്ചില്ല. വീട്ടിൽ പറയായിരുന്നു, പക്ഷെ എനിക്ക് മടിയായിരുന്നു. അന്ന് ഉഴപ്പി. അതെ, പക്ഷെ നേരത്തെ കല്യാണം കഴിഞ്ഞ് അപ്പൊന്ന് വെച്ചാൽ സമയം ഉണ്ടെന്ന് വിചാരിച്ച് അന്ന് ചെയ്തില്ല. ഉമ്മ പറയും അടുത്ത് വേറൊരു വീട്ടിൽ പോകുമ്പോ പറയും പഠിച്ചോളും. അതെ, പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഞാൻ എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിൽ നിന്ന് കഴിക്കാനുള്ള സമയത്ത് കൃത്യമായിട്ട് പോയി കഴിക്കും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഉമ്മ അന്ന് പറഞ്ഞത് ശരിയാണ്. എനിക്ക് പഠിക്കണമായിരുന്നു. നമ്മൾ വേറെ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ മുമ്പിൽ അതെ നമുക്ക് അറിവില്ല, കഴിവില്ലാത്തവളാണ് ചില വാക്കുകൾ നമ്മളെ നോവിക്കും അല്ലേ. പക്ഷെ അതിനകത്ത് എന്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് എന്റെ ഉമ്മയല്ല, ശരിക്കും എല്ലാവർക്കും ഉമ്മയെന്നല്ലേ, എന്റെ ഹസ്ബൻഡാണ്. കാരണം ആൾക്കറിയാം, നല്ല കുക്കിംഗ് നന്നായിട്ട് ചെയ്യും. കല്യാണം കഴിഞ്ഞൊരു കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും എനിക്കറിയില്ല. അപ്പൊ പുട്ടിൽ ഉപ്പിട്ടേ പിന്നെ പേടിച്ചു പോയെന്തോ. അല്ല, ആൾക്കറിയാം. അപ്പൊ അത് മാത്രല്ല, ആള് ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇതൊക്കെ അറിയാമോ, ആൾക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ എനിക്കാണ് ഇത് അറിയാതെ. പക്ഷെ നമ്മൾ ഇന്ന് വരെ ഈ ഒരു ഇത്രയും വർഷങ്ങളായിട്ടും നമ്മൾ ഏത് സമയത്താണെങ്കിലും ഭക്ഷണത്തിന് കുറ്റം പറയാം അങ്ങനെ പറയാനേ അങ്ങനെയല്ല. ചില ആള് ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിലൊക്കെ, ഭർത്താക്കന്മാർ ഇന്ന് ഉണ്ടാക്കി എന്താ കൊള്ളൂല, അങ്ങനെയല്ല. ആള് കഴിക്കാൻ ഭക്ഷണത്തിന് വാല്യൂ അങ്ങനെ എന്താ പറയാ ഒരു ഇതല്ലോ. അപ്പൊ ആള് പറയും ഇത് കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭക്ഷണത്തിന് ഒരിക്കലും കുറ്റം പറയരുത്. ശരിക്കും പാചകം അവര് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടം, ഹസ്ബൻഡ് ഉണ്ടാക്കുന്നത് ആണോ? അവർക്ക് എല്ലാവർക്കും ബാപ്പ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ബാപ്പ ഉണ്ടാക്കുന്ന ഏത് ഏറ്റവും നല്ല ടേസ്റ്റ്? ബിരിയാണി, ചിക്കൻ കറി, ബിരിയാണി, സ്റ്റൂ, മീൻകറിയൊക്കെ പലതിട്ട് പറയുന്നത്. അമ്മ ഇത്ര സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ ബിഹൈൻഡ്? റീസൺ എന്ന് പറയുമ്പോ അത് കഴിയുമ്പോഴൊരു സന്തോഷം. അമ്മയുടെ സന്തോഷമാണ് ഏറ്റവും വലുത് മോന്. ഞാൻ ഓരോന്ന് പരീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം, കോഴിക്കോടാണ് ഇവിടെ വന്നല്ലോ, ഇവിടെ വന്നപ്പോ നമുക്ക് പരീക്ഷണങ്ങളുണ്ട്. ഫുൾ പരീക്ഷണം, കുറെ സാധനങ്ങൾ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. കേക്കൊക്കെ ഉണ്ടാക്കാൻ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു ഉമ്മച്ചി എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ ഇടുന്നുണ്ടല്ലോ, ഉമ്മച്ചി എന്തായാലും ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട്, എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. എനിക്ക് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സംസാരിക്കാന്നുള്ളത്. എങ്ങനെ സംസാരിക്കുക, എന്റെ ശബ്ദം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അവനാണ് ഉമ്മച്ചി ചെയ്ത് ആദ്യമൊക്കെ നമ്മുടെ വാട്സാപ്പിൽ പോലും ഒരു മെസ്സേജ് എല്ലാം ടൈപ്പ് ചെയ്യലായിരുന്നു, ഒരു വോയിസ് പോലും ഇടാത്ത ആളായത്. അപ്പോൾ ഒരു ദിവസം ഒരു സ്കൂളിലൊരു ആവശ്യത്തിന് വേണ്ടി ഗ്രൂപ്പിലൊരു വോയിസ് ഇടണം. പക്ഷെ എനിക്ക് പറയാൻ വേണം, പക്ഷെ പറയാതിരിക്കുക എന്താ പറയുക, എനിക്ക് പറയാൻ ഇത് എൻ്റെ സൗണ്ട് ഒക്കെ എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷെ ഒരു ദിവസം എടുത്ത് ഞാനൊരു 9 സെക്കൻഡ് ആയിട്ടുള്ള വോയിസ് ഇടാൻ വേണ്ടി, അത്രയും ബുദ്ധിമുട്ടാണ് എൻ്റെ കാര്യം. അങ്ങനത്തെ ഉമ്മച്ചിക്ക് ചെയ്യാൻ പറ്റും, എന്തിനാ അത്ര ബുദ്ധിമുട്ട്? 7 വയസ്സേ ഉള്ളൂ. 7 വയസ്സുള്ള സമയത്താണ് ഈ പറയുന്നത്. ഇന്നിപ്പോ 14 വയസ്സായി. ആ സമയത്താണ് പറയുന്നത്, ഓർക്കണത്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം മക്കൾ എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, ചില ഒരു ബലം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. ആക്ച്വലി സജിത ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹസ്ബൻഡും മക്കളും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഏതൊരു സ്ത്രീക്കും അവനവന്റെ കഴിവ് പുറത്തെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അവരൊരിക്കലും ഞാൻ പറയില്ല ഇപ്പൊ കുക്കിംഗ് അറിയണം, വീടുകളിൽ ജോലി മാത്രം നോക്കി വീട്ടിലേക്ക് ഒതുങ്ങണം എന്നൊരിക്കലും ഞാൻ പറയില്ല. പക്ഷെ
നമ്മുടെ ഒരു ബേസ് കർമ്മം ഉണ്ടല്ലോ, മക്കളെ നോക്കുക എന്നുള്ളതും വീട് സംരക്ഷിക്കുക എന്നുള്ളതും വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ എത്രയായാലും സ്ത്രീകളുടെ കയ്യിലാണ് മുക്കാലും. അത് മറന്നിട്ട് നമ്മൾ നമ്മുടെ ഒന്നും കളിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം നമുക്കും ദൈവം തമ്പുരാൻ കഴിവ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും കിട്ടി അത് കളയരുത്. അത് മാത്രമേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റാൻഡേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും പറയും ചേച്ചി എപ്പോഴും അടുക്കളയിൽ നിൽക്കണം, വീടുകളും ജോലിയും ചെയ്ത് വീട്ടിലത്തെ സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്നൊക്കെയാ ചേച്ചി തർക്കിക്കുന്നതെന്ന് പറയും. ഇല്ല, അങ്ങനെയല്ല. അത് മനസ്സിലാക്കാത്തോണ്ട് പറയുന്നത് ഞാൻ പറയും. കാരണം ഇതിനെ കുറിച്ച് ശരിക്കും എല്ലാവരും പറയും, എല്ലാത്തിലും എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴേ നമ്മളെ ചില വശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശരിക്കും എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെ പറ്റുമെന്ന് ചിലർ ചോദിക്കും, എന്തിനാണ് എല്ലാം ഇങ്ങനെ അങ്ങനെ വലിച്ചു വാരി. അതെ. പിന്നെ അതല്ല, മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ചിലർ അത് വെറുതെയാണ്. അല്ല, സ്ത്രീകൾക്ക് കഴിവ് തന്നിട്ടുണ്ട്. അത് നമ്മൾ അധികാരത്തോടുകൂടി തന്നെ പറയണം. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ നമുക്ക് 10 കൈയാണോ എന്ന് ചോദിച്ചാൽ അതെ, അതിനുള്ള കഴിവ് തമ്പുരാൻ തന്നിട്ടില്ലേ. അമ്മ എന്താവാനായിരുന്നു ഇഷ്ടം? അമ്മയ്ക്ക് ഭയങ്കര ഒരു ഷെഫ്, അങ്ങനെയൊക്കെ ബേക്കർ അങ്ങനെയൊക്കെ ആവാൻ ഇഷ്ടമാണോ? ബേക്കർ. ഷെഫിനെക്കാട്ടും ഇഷ്ടം ബേക്കർ ആവാനാണ് ഇഷ്ടം. എന്താ സജിതയ്ക്ക് ശരിക്കും കുക്കിങ്ങിനോടാണോ ബേക്കിങ്ങിനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. കുക്കിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. കാരണം വെച്ചാൽ ബേക്കിംഗ് പഠിച്ചാൽ നമ്മൾ അതും അറിഞ്ഞിരിക്കണല്ലോ. സജിതനെ കൂടെ പഠിപ്പിച്ചു തരുമോ? എനിക്ക് ബേക്കിംഗ് ഞാൻ പഠിപ്പിക്കാലോ. ഭയങ്കര പുറകോട്ടാ ബേക്കിംഗ്. അത് നമുക്ക് തോന്നുകയാണ്. ആദ്യം നമുക്ക് എന്ത് കാര്യം നമ്മൾ ആദ്യം ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമുക്കിപ്പം കഞ്ഞി വെക്കുന്നാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യും, അല്ലെ ചായ ഇടുന്നാണെങ്കിലും ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര പാടില്ലേ. പക്ഷെ ചെയ്ത് നമുക്ക് എളുപ്പം. പലരും പറയും കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അതിന്റെ റെസിപ്പി എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട് റെസിപ്പി ഒന്നും അല്ലാന്ന്. പക്ഷെ ഞാൻ പറയും റെസിപ്പി എന്ന് പറയുന്നത് എല്ലാത്തിന്റെ അടിത്തറ തന്നെയാണ്. കാരണം ആ കൃത്യമായില്ലെങ്കിൽ ഇപ്പൊ ഉപ്പിന്റെ അളവ് 1 ടീസ്പൂൺ ഇടേണ്ടത് 2 ടീസ്പൂൺ ഇട്ടാൽ അതിന്റെ ടേസ്റ്റ് മാറിയില്ലേ. അപ്പൊ ചിലർ അറിയില്ല ടേസ്റ്റ്, അതല്ല കൈ അളവ് അത് വേർത്തിട്ടാ, അത് അവർക്കറിയാം. പക്ഷെ അല്ലാതെ ഇപ്പൊ റെസിപ്പി ഇല്ലാതെ ഒന്നും. ഇപ്പൊ എന്റെ അടുത്ത് ചിലർ ഇപ്പൊ ഒരു അപ്പത്തിന്റെ റെസിപ്പി വെച്ചാൽ ഞാൻ എല്ലാം ഇത്ര കപ്പ് എന്ന് പറയും. അപ്പൊ എനിക്ക് എന്തിനാ കപ്പള് പറയുന്നത്, കുറച്ചെന്ന് പറയുമല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഉമ്മാമ നന്നായിട്ട് കുക്ക് ചെയ്യും, ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പൊ ഉമ്മാമന്റെ അടുത്ത് ഞാൻ ചോദിക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ വെള്ളമൊന്നും ഒഴിക്കുന്ന കണക്കില്ല, ഒരു അളവ്. പക്ഷെ നല്ല ബിരിയാണി റൈസൊക്കെ നല്ല വിട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും. പക്ഷെ ഞാനൊക്കെ വെച്ചാൽ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ആ കപ്പിന് തന്നെ ഇത്ര കപ്പ് വെള്ളം, 1 കപ്പിന് 2 കപ്പ് വെള്ളം, 1.5 കപ്പ് വെള്ളം. അതെ. പക്ഷെ ഉമ്മ അങ്ങനെയല്ല. പിന്നെ വെള്ളം അഥവാ മതിയായില്ലെങ്കിൽ ഉമ്മാന്റെ ഉമ്മ അപ്പൊ മതിയായില്ലെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും, ചൂടുവെള്ളം എടുത്ത് ഒഴിക്കും. അപ്പൊ ഞാൻ ഇത് കൂടി പോകില്ല, അളവൊന്നും പക്ഷെ ഒരു കുഴപ്പമില്ല. ആളാണെങ്കിലും ചിക്കനൊന്നും കഴിക്കുകയില്ല, ചിക്കൻ കഴിക്കുകയില്ല. പക്ഷെ ചിക്കൻ ബിരിയാണിയൊക്കെ എന്ത് ടേസ്റ്റ് എന്നറിയാവോ. നമ്മള് ഈ കേരളത്തില് എവിടെ ബിരിയാണി വെച്ചാലും തലശ്ശേരിയോളം രുചി വേറെ എവിടെയും വരില്ല അല്ലേ. മലബാർ ബിരിയാണി എന്ന് പറഞ്ഞാൽ 1.5 സാധന. അത് ഇനിയിപ്പോ ഏത് നാട്ടിൽ എങ്ങനെ വെച്ചാലും ചിലപ്പോ തലശ്ശേരിക്കാർ പല നാട്ടിൽ പോയി വെച്ചാൽ ചിലപ്പോ ശരിയാവുമായിരിക്കും. അതിന്റെ ഒരു സീക്രട്ട് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുമോ? സീക്രട്ട് എന്ന് പറയുന്നത് അതിനകത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ സ്നേഹം എന്ന് പറയുന്നില്ല. നമ്മൾ ഇഷ്ടത്തോടെ കുക്ക് ചെയ്ത് ഇപ്പൊ തലശ്ശേരിക്കാരാണെങ്കിലും എവിടുത്തുകാരാണെങ്കിലും അതിലെ ഒരു ഇഷ്ടമുണ്ട് നമ്മൾ കുക്കിങ്ങിനോടല്ലേ. അതാണ് അതിന്റെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പ്രാരാബ്ധം പോലെ ചെയ്താൽ പറ്റില്ല. അങ്ങനെ നമ്മളിപ്പോ ഒരു കറി വെച്ചാലും എനിക്ക് തോന്നാറുണ്ട് നമ്മളെ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലല്ലേ. സത്യം. നമ്മൾ വെറുതെ ഇത് ഒന്ന് പണി കഴിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും നന്നാവണമെന്നില്ല. ഇത് അതേ സാധനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവുക, അതേ സാധനങ്ങൾ. അല്ല, ഞാൻ ശരിക്കും ഒരു കേട്ടിട്ടുണ്ട് സൈസ് മലബാറുകാർക്ക് ഒരു സ്പെഷ്യൽ ഗരം മസാലയുടെ ഇൻഗ്രീഡിയന്റ് ഉണ്ട് എന്ന്. ആണോ? കൊണ്ടോ? അപ്പൊ നമുക്കത് പ്രേക്ഷകർ അറിയണ്ടേ. ഗരം മസാല നിങ്ങൾക്ക് ഹിഡൻ സീക്രട്ട് ആണോ? അങ്ങനെയില്ല. അല്ല, നമ്മൾ വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് പൊടികൾ വേറെ ചേർക്കുന്നില്ലല്ലോ, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ച മസാല. പിന്നെ അത് മാത്രമല്ല നമ്മൾ പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാല് ഫ്രൈ ചെയ്യാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാതെ ആ പച്ചക്കോഴി ചേർക്കാം. പക്ഷെ അത് ഫ്രൈ ചെയ്യാത്ത കോഴിയാന്ന് കഴിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത്ര വഴറ്റി കുറേ സമയം എടുക്കും, സ്ലോ കുക്ക് ചെയ്ത് എടുക്കും. പക്ഷെ അത് ദം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. എനിക്ക് തോന്നറിയോ, ഭക്ഷണത്തിന്റെ കലവറ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്, മലബാർ സൈഡ്. അതെ, ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള അതെനിക്ക് തോന്നാറുണ്ട്. കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിലും അവിടങ്ങളിലെ ആളുകൾക്ക് കുറച്ചുകൂടെ. ഇപ്പൊ സൽക്കാരങ്ങളാണെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ വന്ന സമയത്ത് വിരുന്നുണ്ടല്ലോ, ഇവിടെ വിരുന്ന്, ഞങ്ങളവിടെ സൽക്കാരം എന്ന് പറയാം. സൽക്കാരത്തിന് ഉള്ളതും വിരുന്നിന് ഇവിടെ ഉള്ളതും എനിക്ക് വ്യത്യാസം എന്ന് പറയുന്നത്. ഞങ്ങളവിടെ ടേബിളിൽ മൊത്തം സാധനങ്ങൾ കഴിക്കും. ഇവിടെ ഞാൻ സത്യം പറഞ്ഞ 2-3 വീടുകളിൽ ഇങ്ങനെ വിരുന്നിന് വിരുന്ന് മീൻസ് കല്യാണ സമയത്ത് അല്ലാതെ നമ്മളെ ക്ഷണിക്കുമല്ലോ. ശരിക്കും ഇവരുടെ മനസ്സ് പോലെ തന്നെ എല്ലാവരുടെ മനസ്സിലും നിറവുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എക്സ്പെഷ്യലി പറയാനുള്ളത് മലബാർ സൈഡ്, അവരുടെ നിറവെന്ന് പറയുന്നത് ഭയങ്കര നിറവാണ്. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, തമ്പുരാൻ അനുഗ്രഹിച്ച് നല്ലൊരു ലെവലിലെത്തി ഫ്രം സ്റ്റാർട്ട് ടു ഇവിടെ വരെ. അപ്പൊ ആ ശരിക്കും ഇത്രയും ഒരു ജേർണിയുടെ ഇടയിൽ സരിതയ്ക്ക് ഇനി ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യാൻ ഇഷ്ടം?
എന്ത് ആവണം? എനിക്ക് എന്നും എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കൂടുക എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകും. പക്ഷെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവൾ എത്രയും ആണെങ്കിൽ അവിടെ എത്തും. അത് എല്ലാത്തിലും അങ്ങനെയാണ്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, നമ്മൾ വിജയിക്കേണ്ട അടുത്താണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും ഈസി ആയിട്ട് എന്താ പറയുക നല്ല രീതിക്ക് പോയി അങ്ങനെ വന്നിട്ടേ ഇല്ല. എൻ്റെ അറിവിൽ എളുപ്പത്തിൽ പോയി ഒന്നും നേടിയെന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും ഞാൻ പോകണമെങ്കിൽ നല്ലോണം ബുദ്ധിമുട്ടി അറിയാലോ. കുട്ടികളെ കാര്യങ്ങൾ ചിലപ്പോൾ ഓണത്തിൻ്റെ സമയത്തായിരിക്കും. അപ്പോൾ നമുക്ക് സ്കൂളിലോട്ട് സദ്യേൻ്റെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം, പിന്നെ കുട്ടികളെ വിടണം, എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് ചെയ്യും. പക്ഷെ ആ ഫസ്റ്റ് പ്രൈസ് അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസ് നമ്മളെ പേര് വിളിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അന്ന് തന്നെ ഉണ്ടാക്കിയത് ഒരു സ്പെഷ്യൽ പായസം അല്ലേ? അത് മില്ലറ്റിന്റെ അല്ലേ? മില്ലറ്റ് കരിക്ക് പ്രഥമൻ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതേ പായസം നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് സമ്മാനം കിട്ടി. അപ്പം നമുക്കറിയാലോ ആനീസ് കിച്ചണിന്ന് കിട്ടിയ, എപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഹസ്ബൻഡ് പറയുന്നത് ആനീസ് കിച്ചണിന്ന് ഫസ്റ്റ് കിട്ടിയ പായസം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്നു. ഞാൻ പറയും അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി, അതാണ് ഈ വെറൈറ്റി ഒക്കെ എങ്ങനെ അത് വെറൈറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതെന്തായാലും ദാരിദ്ര്യം പറയുകയാണെന്ന്. അങ്ങനെയല്ല ആൾക്കാർ വിചാരിക്കുമല്ലോ. ഇപ്പം ഞാൻ അന്ന് കരഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കായിരുന്നു എന്തിനാണ് ഇങ്ങനെ കരഞ്ഞത്, എല്ലാവർക്കും ലൈഫിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയം എനിക്ക് ഞാൻ പറയേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അന്നത്തെ ആ അവസ്ഥ, ആ സ്പെഷ്യൽ മൊമെന്റ്. ഞാൻ അത്രയും ബുദ്ധിമുട്ടിയാണ് അവിടെ വന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷെ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അനു ചേച്ചിനെ മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആ ചേച്ചിനെ കാണണം. പിന്നെ അതുപോലെ തന്നെ എന്താ എനിക്ക് ഒന്ന് പങ്കെടുക്കണം. ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചു നോക്കുമല്ലോ. എനിക്ക് അതായിരുന്നു. ഇപ്പം വേറെ ഒരാൾ പുറത്തുനിന്ന് വരുന്നൊന്നും നമുക്കറിയില്ല, ജഡ്ജ് വേറെ ആരുണ്ടാവും എന്നറിയില്ല, അനു ചേച്ചിനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് അതായിരുന്നു നമുക്ക് ഫസ്റ്റിലത്തെ ഒരു ഇത്. അങ്ങനെ വന്നു, പങ്കെടുത്തു. പിന്നെയാണ് പറഞ്ഞത് കുറച്ച് സമയം കഴിയും ഇത് റിസൾട്ട് പറയാം. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന് ഇത് നോക്കിയപ്പോ ഉണ്ടല്ലോ വലിയ താമസമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് വേഗമാണ് റിസൾട്ട് പറഞ്ഞതെന്നറിയാം. നമ്മളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒന്നുകൂടെ കഴിച്ച് അങ്ങനെ നോക്കണ്ടേ. ഇത് അദ്ദേഹത്തിന് ആ ഒരു ടെൻഷനേ ഇല്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് ആ മുഖത്തൊന്നും വായിച്ചെടുക്കാനും പറ്റില്ല. അദ്ദേഹത്തിന് ഒരു എക്സ്പ്രഷനും ഇല്ലാതെയാണ്. എനിക്കൊന്ന് 10 കണ്ടസ്റ്റൻസിനോട് പോയപ്പോഴും അദ്ദേഹത്തിന് ഒരേ എക്സ്പ്രഷൻ ആയിരുന്നു. അതെ. അപ്പൊ ഞങ്ങള് ജഡ്ജായിട്ട് മോശമില്ലായിരുന്നു. നല്ലായിരുന്നു. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഓരോ ഇതാണല്ലോ. അപ്പൊ നമ്മൾ അതിനുശേഷം ഒരു പാവയ്ക്ക പായസം ഉണ്ടാക്കി. അതിന് പാവയ്ക്ക വെച്ച് പായസം ഉണ്ടാക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? നല്ലായിരുന്നു. ഈശ്വര, ഞാൻ ആദ്യമായിട്ട് പാവക്ക തന്നെ വേണമെന്ന് കഴിക്കില്ലേ? ഇല്ല അതൊക്കെ അതിനല്ലേ നമ്മള് എല്ലാം പറഞ്ഞില്ലേ പാവക്ക നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് തിരുമ്മിയിട്ട് നല്ലോണം പിഴിഞ്ഞ് പിന്നെ ഞാനത് നല്ലോണം കഴുകിയിട്ട് നെയ്യിൽ വഴറ്റി അതിനുശേഷം സാധാ പായസം ശർക്കര പാനിയിൽ ഇട്ട് വെച്ച് കുറച്ച് നേരം. ഒപ്പം അത് പിടിക്കുമല്ലോ. എന്നാലും അതിന്റെ ഒരു കമർപ്പ് ഒന്നും ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് അത് സാധാരണ കോമ്പറ്റീഷൻ പോകുമ്പോൾ ബാക്കി പായസം എടുക്കുകയല്ലോ. ഞാൻ പക്ഷെ ഒരു ബോട്ടിലാക്കി ഞാൻ താഴത്ത് ഒരാൾ ഞങ്ങൾ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ, അപ്പൊ ആളെടുത്ത് കൊടുത്തു. അപ്പൊ ആൾ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് അങ്ങനെയല്ല കൊണ്ടുവരായിരുന്നല്ലേ പാവയ്ക്ക പായസം ഒന്നും കഴിച്ചിട്ടേ ഇല്ല. വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറയുന്നത് കോമ്പറ്റീഷന് പോയി തുടങ്ങിയത്. കുക്കിംഗ് ഇഷ്ടമാണ്, ചെയ്തു തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചു തുടങ്ങി. പക്ഷെ കോമ്പറ്റീഷന് പോകുന്നത് നമ്മൾ മോന്റെ സ്കൂളിലാണ്. ഇളയാളുടെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും പറയും നമ്മൾ പരാജയപ്പെട്ട പിന്നെ അതിനകത്തോട്ട് കടക്കില്ല. പക്ഷെ ആദ്യമായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോയി. പക്ഷെ അവിടെ ബാക്കിയുള്ളവരൊക്കെ നല്ല പ്ലേറ്റിംഗ് ഒക്കെ കാണുന്ന അടിപൊളി. ഞാനും എൻ്റെ ഫ്രണ്ട് രണ്ടുപേരും മത്സരിക്കണം. അപ്പൊ ഞങ്ങളത് മാത്രം ശരിക്കും ആ കൊഴുക്കട്ട വെന്തില്ല. പിന്നെ ടേബിളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണല്ലോ. കോമ്പറ്റീഷൻ പോകുമ്പോൾ അതും പ്രധാനമാണല്ലോ. പക്ഷെ ഞങ്ങളിതിലെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുക. കാരണം ആദ്യമായിട്ട് പോകണല്ലോ, ഒന്നും അറിയില്ല. അപ്പൊ അവൾക്കും അധികം ഇതില്ല. അങ്ങനെ പോയി. ആ സമയത്ത് എന്താ കിട്ടാത്തപ്പം വിഷമൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് പഠിച്ചു. അവര് ഫസ്റ്റ് കിട്ടിയ സന്തോഷമൊക്കെ നമുക്കൊരു വിഷമം ചെറുതായിട്ടുണ്ടായി. ഒന്നും കിട്ടിയില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ ഫോട്ടോ ആ പാരന്റ്സിന്റെ ആപ്പിൽ പോലും വന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത സമയത്തായി. അപ്പൊ നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ അന്ന് ഇൻഡക്ഷൻ കുക്കറായിരുന്നു ചെയ്ത് ശരിയായില്ല. അപ്പം ഗ്യാസ് സിലിണ്ടർ ഒക്കെ കൊണ്ടുപോകണം. ഞങ്ങളാണെങ്കിൽ 3ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ താഴോട്ടെല്ലാം എടുത്തോണ്ട് വരണം. അപ്പൊ എല്ലാം സഹായിക്കുന്നതല്ലേ, മോനാണ് സഹായിക്കുക. അപ്പൊ ഞാൻ ഓർത്ത് തലേ ദിവസമായപ്പം സ്കൂളിൽ നിന്ന് പറഞ്ഞ നിർബന്ധമായിട്ട് ഒരാൾ കൂടെ വേണം, എന്നാലേ ഇത് മത്സരിക്കാൻ പറ്റൂ. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ പറ്റില്ല, വേറൊരു പാരന്റ് കൂടെ വേണം. ഞാനാ നോക്കിയപ്പോൾ എല്ലാവരും സെറ്റായി, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. പിന്നെ ഞാൻ ഭയങ്കര കരച്ചില്ല. ഞാൻ സ്കൂളിൽ വിളിച്ച ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റും, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് മത്സരിപ്പിക്കും. ഇല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അത് റൂളാണല്ലോ, അത് അങ്ങനെ പറ്റും. പിന്നെ പാചകമൊന്നും വലിയ കാര്യമായിട്ട് അറിയാത്ത ഒരാളുടെ അപ്പോൾ ആളോട് ഞാൻ പറയും പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വരും, എനിക്കൊരു ഗ്യാസ് സിലിണ്ടറും നിങ്ങൾ കൊണ്ടുവരണം. കാരണം എനിക്ക് മുകളിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പറ്റില്ല, ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുവരാം. പിന്നെ ഒന്ന് പങ്കെടുക്കാൻ പറ്റും, നിന്നാൽ മതി. പക്ഷെ നിന്ന് ഞങ്ങൾക്ക് ആ തവണ സെക്കൻഡ് കിട്ടി. വെരി ഗുഡ്. കുടുക്ക ബിരിയാണി ഉണ്ടാക്കി. കുടുക്ക ബിരിയാണി? അതെ, അത് കുടുക്കയിൽ ദം ചെയ്തെടുക്കുന്ന ഒരു ബിരിയാണി. നമ്മുടെ കൊച്ചു കാലത്ത് അല്ല, വലുതിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെ ദം ചെയ്തെടുക്കുന്നത്.
എന്റെ ദൈവം തമ്പുരാനെ, ഇത് എന്തെല്ലാ തരം ഭക്ഷണം അല്ലേ. ഇവിടെ ഞാനൊരു ചെറിയ പരീക്ഷണം ഉണ്ട് കേട്ടോ, നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല. പക്ഷെ എന്നാലും നിങ്ങൾ എന്റെ അനുസരിച്ചുള്ള വരുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ സൽക്കരിക്കണ്ടേ? അതെന്തായാലും ചെയ്യണ്ടേ? ഈ പറഞ്ഞ വേണമെങ്കിൽ ഇന്ന് മാർക്ക് ഇടാം കേട്ടോ. ഒരിക്കലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും പലരും കാണുമ്പോൾ നമ്മൾ മൊമെന്റോ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ലെവലിലോട്ടേ ചിന്തിക്കുന്നില്ല. പലരും 1-2 കോമ്പറ്റീഷൻ പോകുമ്പോഴത്തേ നമുക്ക് ജഡ്ജായിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ഞാൻ ഒരിക്കലും അതിലോട്ട് എന്റെ മൈൻഡ് അതിലോട്ട് എത്തുന്നില്ല. ഞാൻ പറയാം, ഇനി നമ്മൾ ഒരുപാട് പഠിക്കേണ്ട, പിന്നെ ഇഷ്ടം ഒരുപാട്. അപ്പൊ ചേച്ചിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആ കുക്കിങ്ങിന് ആ ഒരു നമ്മൾ ചിലത് പറയല്ലേ, നമ്മൾ നോക്കി നിന്ന് പോകും അത് ചെയ്യുന്ന സമയത്ത്. അതാണ് ഈ പറഞ്ഞ പോലെ ചെയ്ത ഇതെല്ലാം തമ്പുരാന്റെ കഴിവാണ്. ഇന്ന് തമ്പുരാൻ എങ്ങനെ അനുഗ്രഹിച്ച് തന്നോ അതുപോലെ മാത്രമേ ഞാൻ ഇന്ന് വെച്ചിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, സജിത അത് കഴിക്കൂ, ഞാൻ അരിയുണ്ടേ കഴിക്കാം. നമുക്ക് അങ്ങോട്ട് പോയാലോ? വരും. സൽക്കാര വിരുന്ന് കുറഞ്ഞു പോയോ? ഇല്ല, ഇത് ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ സ്വപ്ന തുല്യാണ്. ശരിക്കും എന്താ സംഭവം അറിയോ? എനിക്ക് ഒറ്റയ്ക്ക് ഇത്രേ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ ചെന്നാൽ കഴിയുന്ന പോലെ പറ്റുന്ന പോലെ ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ടേസ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാൾ നേരിട്ട് കാണുന്നു. അത് എന്റെ എന്താ പറയുക, ശരിക്കും നുള്ളി നോക്കണം എന്നറിയില്ലേ. സോ ഇതൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസിന്റെ കൂടെയാണ് നമ്മൾ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ പോകുന്നത്. ഇനി ലൈഫിൽ ഒരു ചാൻസ് ഇതിലേക്ക് തന്നാൽ തെറ്റുകൾ തിരുത്തി എന്താവുമായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ചോദിക്കുമ്പോ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഡെയിലി ഒരു ചെറിയ കുട്ടിയിൽ നടക്കുക നമ്മൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഒന്നാമത്തെ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും. കൂടുതലും സ്ത്രീകൾ പറയണല്ലോ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. കാരണം ചില സമയത്ത് കുട്ടികളുടെ അടുത്താണെങ്കിൽ ഞാൻ അവരുടെ അടുത്താണ്, വേറെ ആരുടെ അടുത്ത് നമുക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പൊ ഞാൻ വിചാരിക്കും, ഇനി ഒരു ലൈഫിൽ ദേഷ്യപ്പെടാത്ത ഒരാളായിരുന്നെങ്കിൽ. ഒരിക്കലും ദേഷ്യപ്പെടാത്ത. ഒത്തിരി ദേഷ്യപ്പെടുവോ? ചില സമയത്ത് പഠിക്കാത്തതിനാന്നോ പറഞ്ഞാൽ കേൾക്കാത്തതിനാന്നോ? രണ്ടിനും. പഠിക്കുന്ന പറയുമ്പോ അവർ വിചാരിക്കുന്ന അവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പഠിക്കുന്നു. പക്ഷെ അത് വെറുതെ വിളിക്കാറുണ്ട്. 9th-ലാണ്. അത് നമ്മൾ പഠിച്ചതിന്റെ ഒരു ടെൻഷനാണ് നമ്മൾ ഇവരോട് പറയുന്നത് അല്ലേ. പക്ഷെ ഇപ്പത്തെ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആണ് അല്ലേ. 10th എന്നുള്ളൊരു പേടിയുണ്ടോ? എല്ലാരും പറഞ്ഞിട്ടൊരു പേടി, അത്രേ ഉള്ളൂ. അല്ലാതെ സ്വന്തമായിട്ട് പേടിയൊന്നുമില്ല അല്ലേ. ഓക്കെ. സോ ഇത് ശരിക്കും ഞാൻ പറയട്ടെ, നമ്മുടെ ലൈഫിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എന്താ പറയാ, നമുക്കൊരു തൃപ്തി വരുന്ന സംഭവം എന്തായിരിക്കും? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ചിലർ പറയും കല്യാണം കഴിക്കാത്ത ലൈഫ്, പക്ഷെ കല്യാണം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു തന്നെയാണ്. അത് ഞാൻ പറയും. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ കുലസ്ത്രീയാന്ന് പറയാം, പക്ഷേ അതൊരു സന്തോഷമാണ് ശരിക്കും. അത് മനസ്സിലാക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ, എല്ലാവരും രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ കാണും. തീർച്ചയായും പ്രശ്നങ്ങൾ കാണും, പക്ഷെ എല്ലാം ഉണ്ടാവും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താ സന്തോഷിക്കാൻ പറ്റണം. രണ്ടുപേരും കൂടെ ചേരും, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾ ഇല്ലാതെ അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ പക്ഷെ അത് ചിലർക്ക് അത് കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കും അത് മനസ്സിലാവാത്തത്. സത്യം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കറി തരുമ്പോ ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമാണ് ഈ അരി കൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ. എനിക്കൊന്നത് മുറിച്ചു തരുമോ? മുറിച്ചു തരാലോ. ഇതിനകത്ത് വെച്ച് മുറിക്കുന്ന അതാ പ്ലേറ്റിൽ വെക്കാം. ഞാൻ സജിതയ്ക്ക് കഴിക്കാൻ കൊടുത്ത പ്ലേറ്റിൽ തന്നെയാണ് ഞാനിത് മുറിപ്പിച്ചത്. പക്ഷെ അത് ചെയ്യുന്നത് തെറ്റായതുകൊണ്ടും ഇത് ഞാൻ സജിതയ്ക്ക് തരാത്തത് കൊണ്ടും നിങ്ങളിത് കഴിക്കുമ്പോൾ ഞാൻ ഇത് കഴിക്കും. ഓക്കെ, ഞാൻ വിളമ്പി തരാം. തമ്പുരാനെ, ഇന്ന് മാർക്കിടും. വീട്ടിലുണ്ടാക്കും ഇതൊക്കെ തന്നെ. അരിയുണ്ട ഇതൊക്കെ കഴിച്ചു മടുത്താൽ മതി. അരിയുണ്ട, പിന്നെ നമ്മുടെ കുക്കറപ്പം, അതൊക്കെയാണ്. അതന്നെ കുക്കറപ്പം. എന്തുവാ കുക്കറിൽ ചെയ്തെടുക്കുന്ന കലത്തപ്പം? കലത്തിലല്ലേ ഉള്ളൂ, കുക്കറപ്പം. എന്തൊക്കെ കലത്തിലായിരുന്നല്ലോ, അപ്പൊ കലത്തപ്പം. ഇപ്പൊ കുക്കറിൽ ചെയ്യുന്ന കുക്കറപ്പം. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഞാൻ ഇത് കഴിക്കാം. എന്തായാലും എന്റെ കൺട്രോൾ പോകുന്നു കേട്ടോ. സോറി, എനിക്ക് അഭിപ്രായം പറയാനൊന്നുമില്ല, ഞാൻ അങ്ങ് കഴിക്കും. കാര്യം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരിക്കലും ചീത്തല്ല. അല്ല, അങ്ങനെയല്ല. എന്നാലും നമുക്കൊരാൾ അഭിപ്രായം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടല്ലോ. കഴിച്ചോളണം, കഴിക്കാലോ. ഞങ്ങൾ അതിലായിപ്പോയി. സൂപ്പർ കേട്ടോ, സൂപ്പർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സജിത ഈ സാധനം, ഭയങ്കര ഇഷ്ടമാണ്.
കാരണം ഇതൊരു ആക്ച്വലി ഒരു മീലല്ലേ. അതെ അതെ, നമ്മൾ ഇതിനകത്ത് അരി നമ്മൾ ഇങ്ങനെ പൊറോട്ട അങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും അതെ ഇതൊരു മീലാണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ഇഷ്ടാ. താങ്ക് യു. ഇനി ഇതുവഴി എങ്ങനെ പോവാണെങ്കിൽ എനിക്ക് ഇത് ഉണ്ടാക്കി തരണേ, എന്റെ റെസിപ്പി തരണം. ഇത് മാത്രല്ല, എനിക്ക് എന്റെ പ്രേക്ഷകർക്ക് എന്തൊക്കെയാ വേണ്ടെന്നറിയോ? ബിരിയാണി മസാലയുടെ റെസിപ്പി, പിന്നെ എന്താ പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറഞ്ഞ, എന്നാ അമ്മ പറഞ്ഞേ, ഏതോ റെസിപ്പിയും കൂടെ പറഞ്ഞു തരാന്ന്. മുട്ടക്കറി മുട്ടക്കറി പറഞ്ഞു. അല്ലാതെ ഒരു റെസിപ്പിയും കൂടെ പറഞ്ഞില്ല അമ്മ, എന്നതോ പറഞ്ഞു തരാന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ. 2 റെസിപ്പി പറഞ്ഞു. എന്തായാലും ആ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻറ്റും ഞങ്ങൾക്ക് പറയാതെ പോവരുത്. കാര്യം ഇത് തിന്നേച്ച് വേണമല്ലോ റെസിപ്പി എല്ലാം മേടിക്കാനായിട്ട്. അത് മാത്രമല്ല നമുക്ക് ഒട്ടും സമയവുമില്ല. പക്ഷെ സൈസയുടെ വന്നേരം ഐ എം സോ ഹാപ്പി. അമ്മേനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് എന്നാ പറയാ രംഗത്ത് കൊണ്ടുവന്ന ഏക മകനാണ്. താൻ ഇങ്ങനെ ഇരുന്നാ പറ്റിയല്ലടോ. അമ്മയുടെ കോൺഫിഡൻസ് പവർ എന്നൊക്കെ പറയുന്നത് താനാ കേട്ടോ. അപ്പം 10th ഓൾ ദി ബെസ്റ്റ്. നല്ല മാർക്ക് മേടിക്കണം. ഫസ്റ്റ് ഒക്കെ മേടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, എനിക്കിത് കഴിച്ചിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചോദിക്കാൻ. പക്ഷേ ഇപ്പൊ സമയം നോക്കിയാൽ കുറച്ച് കുറവല്ലേ. അതുകൊണ്ട് എന്നാ ചെയ്യുന്നത്, നമുക്ക് 2 സാധനം കൂടെ വേണ്ടത് കൊണ്ടും നമുക്ക് ആ റെസിപ്പി മേടിക്കുന്നതുകൊണ്ടും ഇപ്പൊ നമുക്കൊന്ന് അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. തൽക്കാലം ഈ ഒരു എന്താ പറയുക, അയ്യോ എന്റെ ചിക്കൻ കറി പറഞ്ഞില്ലല്ലോ, എങ്ങനെയുണ്ടെന്ന് താൻ കഴിക്കാത്തന്നാടോ? ചിക്കൻ കറി പറയണ്ട, പിന്നെ ക്യാമറയിലുള്ളത് കൊണ്ട് നമ്മളൊന്ന് നോർമൽ ആയതാണ് അല്ലേ, നമ്മളത് സംയമനം പാലിച്ചു. തനി വീട്ടമ്മയായി സൈസ. അയ്യോ ക്യാമറ നമ്മള് കല്യാണത്തിനൊക്കെ പോയിരുന്ന ഭയങ്കര ഫോർമലായിട്ട് കഴിക്കുന്ന പോലെയാ. നല്ലതല്ലേ? റെസിപ്പി ചെയ്യുന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ എന്താ പറയേണ്ടത്, അടിപൊളി. ചിക്കൻ കറി എന്ന് പറയുന്നത് അതെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ഏട്ടന്റെ അമ്മ പഠിപ്പിച്ചതാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി സമയം തരൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചിക്കൻ കറി ഒന്ന് അടുത്ത എപ്പിസോഡ് വരുന്ന വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷെ അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണണം. Till then, goodbye.